വ്ളാദിമിർ നിർത്തുക എന്ന ഡൊണാൾഡ് ട്രംപിൻ്റെ അന്ത്യശാസനം ഇത്തവണ വൊളോദിമിറിനോടല്ല, വ്ളാദിമിർ പുടിനോടാണ്. കഴിഞ്ഞ ദിവസം ട്രംപിൻ്റെ അരിശം പക്ഷേ റഷ്യയെ വിമർശിച്ച വൊളോദിമിർ സെലൻസ്കിയോടായിരുന്നു. തങ്ങൾ സമാധാന കരാറിന് വളരെ അടുത്തുവരെ വന്നതാണെന്നും എല്ലാം നശിപ്പിച്ചത് ഉക്രൈൻ്റെ സെലൻസ്കിയാണെന്നും വരെ ട്രംപ് പറഞ്ഞു കളഞ്ഞു. ഇത്തവണ പക്ഷേ ട്രംപിൻ്റെ അരിശം പുടിനോടാണ്. ഉക്രൈൻ തങ്ങളുടെ കയ്യിൽ നിന്നും വിട്ടുപോകുമോ എന്നതിലുപരി യുഎസിൻ്റെ ഉക്രൈൻ മണ്ണിലുള്ള താൽപ്പര്യങ്ങൾ അത് റഷ്യയായിട്ട് ഇല്ലാതാക്കി കളയുമോ എന്ന ഭീതിയാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിനും അമേരിക്കൻ ഭരണകൂടത്തിനും. യൂറോപ്പിൽ മികച്ച ഒരു സൈനിക ആസ്ഥാനമെന്ന ആഗ്രഹം ട്രംപിൻ്റെ മനസ്സിൽ അധികാരമേറുന്നതിന് മുമ്പ് തന്നെ കുടിയേറിയിരുന്നു. അതുകൊണ്ടാണ് ഉക്രൈനിലേക്ക് ആയുധങ്ങൾ കയറ്റുമതി ചെയ്ത് വിട്ടതിന് പകരമായി ഉക്രൈനിലെ ധാതു സമ്പത്ത് സ്വന്തമാക്കാനായി യുഎസും ഉക്രൈനും തമ്മിലുള്ളൊരു കരാറിൻ്റെ മെമ്മോറാണ്ടം ഇപ്പോൾ ഏതാണ്ടൊക്കെ ഒപ്പിട്ട് വച്ചേക്കുന്നത്. തൊട്ടു പിന്നാലെയാണ് ഉക്രൈനിലെ സമ്പുഷ്ടമായ ആണവ നിലയങ്ങളുടെ നടത്തിപ്പേറ്റെടുക്കാൻ ഡൊണാൾഡ് ട്രംപ് നോട്ടമിട്ടതും. ഇപ്പോൾ ട്രംപ് ഒരു അനിശ്ചിതാവസ്ഥയിലാണ്. റഷ്യയ്ക്കൊപ്പം നിൽക്കണമോ അതോ ഉക്രൈനൊപ്പം നിൽക്കണമോ? ഇതിനൊപ്പം റഷ്യക്കെതിരെ നിലകൊള്ളണമോ അതോ അതിനേക്കാൾ നല്ലത് ഉക്രൈനെതിരെ പ്രസ്താവനകൾ പുറപ്പെടുവിക്കുന്നതിലാണോ എന്ന കടുത്ത ആശങ്കയിലാണ് ഡൊണാൾഡ് ട്രംപ്. കീവിൽ കഴിഞ്ഞ ദിവസം 12 പേരുടെ മരണത്തിനിടയാക്കിയ വ്യോമാക്രമണത്തിൽ മോസ്കോക്കെതിരെ അന്ത്യശാസനം വരെ പുറപ്പെടുവിച്ചു കഴിഞ്ഞു. അങ്ങനെ ഡൊണാൾഡ് ട്രംപ് റഷ്യൻ പ്രസിഡന്റിനോട് സോഷ്യൽ മീഡിയ വഴി ഡൊണാൾഡ് ട്രംപിൻ്റെ അന്ത്യശാസനം ഇതായിരുന്നു: വ്ളാദിമിർ നിർത്തുക എന്ന്. കാരണം ട്രംപ് വരെ സഹികിട്ടുപോയി. 2014 റഷ്യ ക്രിമിയ പിടിച്ചടക്കിയതുൾപ്പെടെ ഡൊണാൾഡ് ട്രംപ് അംഗീകരിച്ചു കഴിഞ്ഞതാണ്. ക്രിമിയ വിട്ടൊരു സമാധാന ഉടമ്പടിയാണ് ഇപ്പോൾ ഉക്രൈനോടും സെലൻസ്കിയോടും ഡൊണാൾഡ് ട്രംപ് റഷ്യയ്ക്ക് വേണ്ടി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഉക്രൈൻ അതൊരിക്കലും സ്വീകാര്യമല്ല അന്നുമെന്നും. ഏപ്രിൽ 30-ന് ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റ് സ്ഥാനമേറ്റ് 100 ദിവസമാകും. അതിനു മുമ്പ് സമാധാന കരാർ ഒപ്പിട്ടിരിക്കണമെന്നാണ് ഇപ്പോൾ ട്രംപിൻ്റെ അന്ത്യശാസനം. വ്ളാദിമിർ പുടിൻ കേട്ടാലും വൊളോദിമിർ സെലൻസ്കി അത് കേൾക്കില്ല എന്ന് ട്രംപിന് ഇപ്പോഴാണ് മനസ്സിലായത്. തനിക്ക് തൻ്റേതായ സമയപരിധി ഉണ്ടെന്ന് പറഞ്ഞ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞ് ഒഴിയുകയാണ് ഇപ്പോൾ ട്രംപ്. താൻ അധികാരത്തിലേറിയാൽ 24 മണിക്കൂറിനകം ഉക്രൈൻ റഷ്യ സംഘർഷം അടിച്ചൊതുക്കുമെന്ന് അവകാശപ്പെട്ടതാണ് തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് ഡൊണാൾഡ് ട്രംപ്. പക്ഷേ ആ 24 മണിക്കൂർ 100 ദിവസത്തിലേക്ക് എത്തിയിരിക്കുന്നു. എന്നിട്ടും യുദ്ധം അവസാനിപ്പിക്കാൻ വ്ളാദിമിർ പുടിനിൽ താൻ സമ്മർദ്ദം കടുത്ത രീതിയിൽ ചെലുത്തുകയാണെന്ന് വീണ്ടും യു എസ് പ്രസിഡന്റ് തറപ്പിച്ച് പറയുന്നു. മോസ്കോ ഉക്രൈൻ എന്നൊരു രാജ്യത്തെ മുഴുവൻ ഏറ്റെടുക്കില്ലെന്ന് ട്രംപ് ഉറപ്പു നൽകുന്നു. പക്ഷേ ക്രിമിയ വിട്ടുകൊടുക്കണം. ഈ സമാധാന കരാർ ഒപ്പിടുന്നത്, ക്രിമിയ മൈനസ് സമാധാന കരാറിൽ ഒപ്പിടുന്നത് ഉക്രൈനോട് തങ്ങൾ കാട്ടുന്ന, റഷ്യ കാട്ടുന്ന, യു എസ് കാട്ടുന്ന ഏറ്റവും വലിയ ഇളവാണെന്ന് വരെ ട്രംപ് പറഞ്ഞു കളഞ്ഞു. ഇതാണ് വൊളോദിമിർ സെലൻസ്കിക്ക് പിടിക്കാത്തത്. കാരണം എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നവന് മറ്റൊന്നും മുമ്പും നോക്കാനില്ല എന്നൊരവസ്ഥയാണ് ഇപ്പോൾ സെലൻസ്കിയുടേത്. റഷ്യ ക്രിമിയെ പിടിച്ചടക്കിന് യു എസ് അംഗീകരിച്ചത് ഉക്രൈന് അംഗീകരിക്കാനേ ആകില്ല എന്ന് സെലൻസ്കി ആവർത്തിച്ച് നിലപാടെടുക്കുമ്പോഴാണ് ട്രംപിൻ്റെ കണ്ണിലെ പുതിയ കരടായി സെലൻസ്കി മാറിയിരിക്കുന്നത്. അതേസമയം കീവിലെ മാരകമായ ആധുനിക മിസൈൽ ഡ്രോൺ ആക്രമണത്തെ ഡൊണാൾഡ് ട്രംപ് അതിരൂക്ഷമായി വിമർശിച്ചിട്ടുണ്ട്. 2014 മുതൽ റഷ്യ കൈവശപ്പെടുത്തിയിരിക്കുന്ന കരിങ്കടലിലെ തർക്കപ്രദേശമായ ഉക്രൈൻ ഉപദ്വീപായ ക്രിമിയയെ സംബന്ധിച്ച നിലപാട് ട്രംപ് മാറ്റുന്നില്ല എന്നാണ് ഇപ്പോഴും ഉക്രൈൻ പ്രസിഡന്റ് വൊളോദിമിർ സെലൻസ്കി ആരോപിക്കുന്നത്. ട്രംപ് ഒരിക്കലും ആ നിലപാട് മാറ്റില്ല. കാരണം റഷ്യയ്ക്കൊപ്പം നിൽക്കണം, ഉക്രൈനെ പിടിച്ചെടുക്കുകയും വേണം. അപ്പോൾ റഷ്യ 2014 പിടിച്ചെടുത്ത ക്രിമിയ ഇനി ഒരിക്കലും വിട്ടുകൊടുക്കില്ലെന്ന നിലപാട് ട്രംപും അംഗീകരിച്ചു. കാരണം യുദ്ധം റഷ്യയ്ക്കായാലും അമേരിക്കയ്ക്കായാലും ഒരു ഹരമാണ്. യുദ്ധത്തിൽ പിടിച്ചെടുക്കുന്ന വസ്തുക്കൾ ഏതു തന്നെ ആയാലും ഒരു ചെറിയൊരു മഷിത്തണ്ടായാലും അത് വിട്ടുകൊടുക്കില്ല എന്ന കടുത്ത നിലപാടാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ അമേരിക്കൻ പാരമ്പര്യം. ലോകം കണ്ടുപഠിക്കേണ്ടതാണ് ഈ യുദ്ധ വീരന്മാർ. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള സമാധാന ചർച്ചകളിൽ സെലൻസ്കിക്ക് വിശ്വാസമില്ല, ഇപ്പോൾ ഒട്ടും താല്പര്യവുമില്ല. അതുകൊണ്ട് തന്നെയാണ് സമാധാന ചർച്ചകളിൽ ഒരു മേന്മയും കാണാത്ത സെലൻസ്കി അടക്കം ഉക്രൈനും യൂറോപ്പുമൊക്കെ യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യയിൽ ഇപ്പോൾ ആരും സമ്മർദ്ദം ചെലുത്തുന്നില്ല എന്ന് പറഞ്ഞ് തങ്ങളുടെ നിലപാട് വീണ്ടും ശക്തമാക്കുന്നു. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും യുഎസിലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക.
ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 0208586651 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് ടിവിയും എൻജോയ് ചെയ്യുക.